നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നാണെന്നറിയോ, നല്ല കുറച്ച് സാരി കിട്ടി. എന്നപ്പോൾ ചോദിക്കും ബാക്കി ദിവസങ്ങളിലെല്ലാം പൊട്ട സാരിയാണോ കാണിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഞാനിത് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാഴ്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ടല്ലോ. അതിനനുസരിച്ച് കിട്ടുമ്പം അത് കാണും ഭയങ്കര സന്തോഷം. ടിഷ്യൂ സിൽക്കിൻ്റെ നല്ല സൂപ്പർ ഡ്യൂപ്പർ സാരി. എന്താ പറയുക, നമ്മൾ ഒത്തിരി മോഡൽ സാരികൾ കണ്ടും കേട്ടും ഉപയോഗിച്ചും പഴകിക്കൊണ്ടിരിക്കുമ്പം ഒരു സൂപ്പർ ഡ്യൂപ്പർ സാരി. ഞാനിപ്പോൾ പറയില്ലേ, ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ബോർഡർ വരുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ട്രെൻഡി ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് വന്നിരിക്കുന്ന ഒരു മോഡൽ സാരി കണ്ടോ. ഇതാണ് അതിൻ്റെ മുന്താണി. താഴത്തെ ബോർഡർ വന്നിട്ട് ഇത് ഇങ്ങനെ വരും. ബ്ലൗസ് ഇങ്ങനെ ബ്രൊക്കേഡ് ബ്ലൗസ് കേട്ടോ. ഇതിപ്പം ലൈറ്റ് ക്രീമിൽ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ലൈറ്റ് ക്രീമും ഡാർക്ക് മെറൂണും നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷനും കാര്യമൊന്നുമല്ല. പക്ഷേ ഭയങ്കരമായിട്ട് എടുപ്പ് കിട്ടുന്ന ഒരു, ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു കുലീന ലുക്ക് തോന്നുന്ന, ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കുലീന ലുക്ക് തോന്നുന്ന ഒരു സാരി. അതാണ് എനിക്ക് ഈ സാരിയെ പറ്റി പറയാനുള്ളത്. ടിഷ്യൂ സിൽക്കാണ്. ഇതുണ്ടോ, സോഫ്റ്റാണ്, ഒട്ടും എന്താ പറയുന്നത് ഹെവി അല്ല, എന്നാൽ തീരെ കനം കുറങ്ങി നൈസായിട്ടിരിക്കുന്ന ഇതിപ്പോൾ എൻ്റെ തോളേന്ന് ഊരി പോകുന്നത് ഞാൻ ഇത് പിടിച്ചിട്ടില്ല, എൻ്റെ കൈ മുഴുവൻ ഇത്തേടെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. സിൽക്ക് എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു ഇതാണല്ലോ, ഫ്ലോയി ആണല്ലോ, ഒരു കുറച്ച് അത് അങ്ങനെ ഇരിക്കുന്ന സാരി. മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ, അടിപൊളിയല്ലേ. കണ്ടിട്ടില്ലാത്ത കോമ്പിനേഷനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ കണ്ടിട്ടുള്ളതിൽ വെച്ച് എല്ലാവർക്കും ഏത് ഏജിനും ഏത് കാറ്റഗറിക്കും ഏത് കളർ ടോണിനും എല്ലാം ചേരുന്ന നല്ലൊരു സാരി. ഇതിൻ്റെ കുറേ കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ കളറാണ് ഇത്. ഒരു ഗോൾഡൻ എന്ന് പറയാം, ക്രീം കളർ അല്ലേ, ക്രീം കളർ അല്ലെങ്കിൽ ചന്ദന കളർ, അതിൻ്റെ അടുത്ത് ഡാർക്ക് മെറൂൺ, ഇങ്ങനൊരു ബോർഡർ, നല്ല വീവിങ്, നല്ല സാരി. ഒറ്റ വാക്കിൽ പറഞ്ഞു, ഈ ഒരു സാരി ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വന്നിട്ട് സൈഡിൽ ആ മെറൂൺ ബ്രൊക്കേഡ് ബ്ലൗസും ഒക്കെ കൂടെ വന്ന്, ബ്ലൗസിന് ബോർഡർ ഉണ്ടോ, ബ്ലൗസിനും ബോർഡർ ഉണ്ടേ. ഇത് കണ്ടോ, ആ ഒരു കാണാവോ, ബ്ലൗസിൻ്റെ ബോർഡറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ആ ബോഡിയിലെ ആ സാരിയിലെ ബോർഡറിൻ്റെ സൈഡിലുള്ള അതേ ആ ലൈൻസ് പോലുള്ള ഇതുണ്ട്. നല്ല ഭംഗിയായിരിക്കും അതെല്ലാം കൂടെ കയ്യെ വരുന്ന. ഇനി കയ്യിൽ എന്തെങ്കിലും സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. നമ്മൾ 10,000-ന് 15,000-ന് 20,000-ൻ്റെയൊക്കെ കാഞ്ചീപുരം സാരിയൊക്കെ ഇതിൻ്റെ അടുത്ത് മാറി നിൽക്കും എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. ഇനി അടുത്ത കോമ്പിനേഷൻ ഇത് കണ്ടാലും ഞാൻ എൻ്റെ അയ്യോ നോക്കും. സത്യം പറയാം കേട്ടോ, ചുമ്മാ പറയില്ല, ഷൂട്ട് അടിക്കലൊന്നും അല്ല, ശരിക്കും പറയുന്നതാണ്. ഇവിടെ സാരി ഇത് വന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വിത്ത് പിങ്ക് ഉണ്ടോ മുന്താണി. പിന്നെ ആ രസം നോക്കും, മുന്താണിയുടെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ. ഇങ്ങോട്ട് കാണിക്കും. എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് ഉതിർന്ന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് എൻ്റെ ബാലൻസ് ഇല്ലായ്മയും നിപ്പും കൊണ്ടാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കണ്ടോ, ഇതിൻ്റെ ഫോൾഡിങ് ഇതുണ്ട്, അകത്തൂടെ ഫോൾഡിങ്ങാണ്. അതൊരു പ്രത്യേക ഫോൾഡിങ്. അത് വിട്ടുപോയി കഴിഞ്ഞാൽ വലിയ പാടാകുന്നത് കൊണ്ട് എൻ്റെ ശ്രദ്ധ അത് പോകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റ് പിടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഊർന്ന് പോകുന്നത്. സിൽക്ക് സാരിക്കുള്ള ആ ഒരു കറക്റ്റ് ഇതൊക്കെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഓവറായിട്ട് ഫ്ലോ ആയി പോകത്തില്ല. നമ്മൾ ഉടുത്താൽ കറക്റ്റ് ഉടുക്കുന്ന പോലെ തന്നെ ഇരിക്കും, നല്ല സ്റ്റൈലായിട്ട് അഴകാർന്ന് പോകാം. ബ്ലൗസ് ഇത്, ബ്ലൗസിന് അറ്റത്തെ ബോർഡർ ഉണ്ട്, അത് ഞാൻ കാണിക്കണമെങ്കിൽ ഇനി ഇത് ഇവിടെ വരും. അതല്ല, ഈ ഭാഗത്തായിട്ട് വരും. ബ്ലൗസ് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ തുന്നി പിടിപ്പിച്ചിരിക്കുക അല്ലേ.
നോക്ക് നോക്ക്, എന്ത് രസമാണ് നോക്ക്. ഇങ്ങനത്തെ സാരിയൊക്കെ കിട്ടുമ്പോഴേ വേണ്ടവർ അപ്പോഴേ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് എടുത്തു വെക്കണം. ഇതിൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ സാരിയെപ്പറ്റി അറിയാവുന്നത് അല്ലെങ്കിൽ സാരിയെപ്പറ്റി പറയേണ്ട ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഓൺലൈനിൽ പറയുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് പിന്നീട് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാരി തീർന്നു പോകും. പിന്നെ അക്കൗണ്ടിൽ ക്യാഷ് ഇടാതെ നമ്മൾ ബുക്കിംഗ് ആക്കത്തില്ല. അത് ഞാനിനി എപ്പോഴും പറയണ്ടല്ലോ. കാരണം ഞാൻ ഇതെന്നാന്നറിയോ ഇങ്ങനെ പറയുന്നത്, എപ്പോഴും മുൻകൂട്ടി പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ചില സാരികൾ കാണുമ്പോൾ നമുക്കറിയാം ഇതിന് നല്ല തെള്ളൽ വരുമെന്ന്. തള്ളൽ ആ തള്ളൽ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ള തള്ളൽ. അതും കൊണ്ടാണ്, പിന്നെ ആരുമായിട്ടും പിണങ്ങാൻ താല്പര്യമില്ലാത്തതും കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. വേണമെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിത് സ്കിപ്പ് അടിച്ചാൽ കാണുന്നെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് ചൊവ്വേ കണ്ടു എടുക്കാനാണെങ്കിൽ എന്നിട്ട് പോയി സാരി ബുക്ക് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ചാറ്റ് ചെയ്തതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞ് വന്നു പോകും. ഈ ദിവസങ്ങളിൽ എന്നും കാണുന്നൊരു പ്രശ്നമാണിത്. എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോകും, പിന്നീട് കാണത്തില്ല. പിന്നെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേനും സാരി തീർന്നു പോകും. അപ്പം നമ്മളോട് പരിഭവം പറയും. ഈ കാര്യം ഞാൻ എപ്പോഴും പറയുന്നല്ലേ. ഇത് മുന്താണിയെ നല്ല സാരിയുടെ കാര്യം പറഞ്ഞില്ല. സാരിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളൂ, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡ്, ഇവിടെ വന്നിട്ട് ഒരു മുന്തിരി കളർ അല്ലെങ്കിൽ കോഫി ബ്രൗൺ കളർ ഡാർക്ക്. ഇവിടെ നോക്കുമ്പോൾ തോന്നും മുന്തിരി കളറാണ് അല്ലേ മുന്തിരിയുടെ ജ്യൂസ് വീണ് കിടക്കുന്ന ഒരു ഇത്. കാണത്തില്ലേ ഡിസൈനോ? ആണോ? ഈ സെൽഫ് ഡിസൈൻ കാണാൻ പറ്റുമോ? സെൽഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ടിഷ്യൂവിന് വരുന്ന ഒരു ഗ്ലോ ഇല്ലേ, അതേ ഉള്ളൂ. പ്ലെയിൻ ടിഷ്യൂ നല്ല ഭംഗിയാട്ടോ. അതുണ്ടോ, ഇതാണ് ബോഡി ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് ഇതൊന്നാമത് സിൽക്ക് സാരി അല്ലേ, ഇങ്ങനെ പോകുമല്ലോ. അതിനകത്ത് ഈ ഒരു സൈസ് ഫോയിൽ പേപ്പർ പോലത്തെ വെച്ചിരിക്കുക. അതും കൂടെ ആകുമ്പോൾ തെന്നിപ്പോവും. എനിക്ക് കൈക്ക് ഹെവി ആയിട്ട് തോന്നുന്നു. ഇത്രയും ഇതില്ലേ ഫോൾഡിങ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ എൻ്റെ കുഞ്ഞി കൈക്ക്. ഇതേ ബ്ലൗസ് കണ്ടോ, നല്ലല്ലേ? ഇനി നമ്മുടെ സൂപ്പർ ഹിറ്റ് യെല്ലോ വിത്ത് ഗ്രീൻ. യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ, നല്ല തെളിമയുള്ള. എൻ്റെ ഇതിനും യെല്ലോ എന്നല്ലേ പറയുന്നത്, ഇതിനും യെല്ലോ എന്നല്ലേ പറയുന്നത്. അപ്പോൾ യെല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാവുമോ? ഇത് ഹൽദിക്കൊക്കെ ഇടുന്ന കറക്റ്റ് കളറാണ്. ഹൽദി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? ഇത് കാണിക്കും സാരി, ഇത് കാണിക്കും. മുന്താണി അവിടെ ഇവിടെ കാണിക്കും. ഇവിടെ ഈ ഒരു ഡിസൈൻ കാണാവോ? എൻ്റെ വായിക്കുന്ന സൂചിയല്ല പറഞ്ഞത്. നല്ല തെളിമയുള്ള കളർ കേട്ടോ. ഇവിടെ തെളിമയുള്ളത്, ഇവിടെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. സൂപ്പറാണ്. എനിക്കിത് എന്തേലും കാണിച്ചാലും മതിയാകത്തില്ല. അതുപോലെ കാണിക്കുന്നേ ഉണ്ടോ. ബ്ലൗസ് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യങ്ങളില്ല. ഇത് തന്നെ കണ്ടോ. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഇവിടെ കയ്യേൽ ആ ബ്ലൗസിൻ്റെ അവിടെ വരുന്നു ബ്രൊക്കേഡ്. എന്നിട്ട് കയ്യേൽ ഈ ഒരു ബോർഡറിന് ഇങ്ങനെ ഒരു കൈക്ക് വരുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടുന്നു. ഞാൻ ഉടുക്കുന്നു. ഞാനല്ല, ആരാണോ സാരി കാണുന്നയാൾ, എടുക്കുന്നയാൾ, അയാൾ ഉടുക്കുന്നു, പോകുന്നു. എനിക്കിങ്ങനെയൊക്കെ ഉള്ളതാണ്. എല്ലാവർക്കും കാണുമല്ലേ, പിന്നെ കാണാതിരിക്കും. പെണ്ണുങ്ങളല്ലേ. സാരി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നോടൊന്നും നോക്കണമെന്ന് തോന്നാത്ത പെൺകുട്ടികൾ കുറവല്ലേ. ഇതിപ്പം വന്നിട്ട് ഇതും ഒരു ഡാർക്ക് മുന്തിരി കളറ്, ബോഡിയിൽ വരുമ്പം ഒരു ഒനിയൻ കളറ് അല്ലേ, ഒനിയൻ കളറല്ലേ. എല്ലാം നല്ല ഷെയ്ഡാണ്. കണ്ടോ. പറഞ്ഞു എന്നാന്ന് മനസ്സിലായില്ല, കൊണ്ട് ഇമ്മ മൂളി വിട്ടോ.
അതാന്ന് മനസ്സിലായി. അത് ഈ പേപ്പറും കൂടെ വെച്ചേക്കുന്നുണ്ടോ വലിയ പാട്. ലെമൺ യെല്ലോ വിത്ത് പിങ്ക്. എന്നെ എടുപ്പാന്നറിയാവോ, ഭംഗി. ഇതൊക്കെ ഇവിടുത്തെ ഒന്ന് പോകുന്ന സങ്കല്പിച്ച് നോക്ക്. അങ്ങോട്ട് വേഗം വേഗം വാങ്ങിച്ചോ വേണ്ടവരെ. മുന്താണിയിലൊക്കെ ഡിസൈൻ എന്നെ ഭംഗിയല്ലേ. ഈ 2000 സംതിങ് രൂപയ്ക്കൊക്കെ ഒന്നും വലിയ കാര്യമില്ലെന്നല്ല. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളൊരു കാഞ്ചീപുരം സാരി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാവും? എന്നിട്ട് എന്നെ എടുക്കും ഒരു 2 പ്രാവശ്യം. എപ്പോഴും പറഞ്ഞാൽ ശരിയാകില്ല, എപ്പോഴും പറഞ്ഞാൽ. ഇനി അതിലും മനോഹരമായ വേറൊരു ടൈപ്പ് സാരി, ആ സാരി തീർന്നു, ആ കാറ്റഗറി തീർന്നു. ഇനി നമ്മുടെ ബനാറസി സാരി, ബുട്ടായുള്ള ബനാറസി സാരി, ആൻറ്റിക് ജെറി ബോർഡർ വരുന്ന, കണ്ടോ ഇത്. അത് മനോഹരമെങ്കിൽ ഇത് അതിമനോഹരം. എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. ഞാൻ അതിലോ ഇതിലോ ഒരു സാരി എന്തായാലും എടുക്കും. കളറിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കൺഫ്യൂഷൻ. കണ്ടോ, ഇത് ബനാറസിയാണ്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കനം കുറവ്, കട്ടി കുറവ്, ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ഇത് നല്ല ആൻറ്റിക് വീവിങ് വരുന്ന ബോർഡർ, നല്ല സാരി. ബ്ലൗസും കൂടെ കാണിക്കാം. ബ്ലൗസ് പ്ലെയിൻ ആണ്. പ്ലെയിൻ വന്നിട്ട് കണ്ടോ ബോർഡർ, ഈ ബോർഡറും കൂടി, അതിൻ്റെ ആ ഒരു മാച്ചിങ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി എന്ത് രസമായിരിക്കും എന്നറിയോ. ഇതെല്ലാം ഉണ്ടോ, ഇത്രയേ ഉള്ളൂ കനം. ഇത്ര ഫ്ലെയർ ആയിട്ടിട്ടപ്പോൾ ഇത്രയേ ഉള്ളൂ കനം അല്ലേ. ഈ എല്ലാം പറയുമ്പോൾ തന്നെയായിരുന്നു. പറയാൻ വന്നായിരുന്നു മറന്നു. ഇതാണ് ബ്ലൗസ്, കണ്ടോ. ആ ഒരു രീതിക്കുള്ള ഓർണമെൻറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. പക്ഷേ ഞാൻ എന്തോ പറയാൻ വന്നില്ല. ഇങ്ങോട്ട് വഞ്ചി കണ്ടോ അയ്യോ, ആ ഒരു വീവിങ് എന്നാ അല്ലേ. ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നെ, നിങ്ങളൊരു 6000 രൂപയുടെ സാരി എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കും കേട്ടോ. ഞാൻ ചുമ്മാ തള്ളി മറിച്ച് തരുമല്ല, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഞാൻ പറയുക എന്ത് നല്ല കാലഘട്ടമാണ്. കാരണം പണ്ടൊക്കെ ഇങ്ങനത്തെ സാരിയൊക്കെ ഉടുക്കണമെങ്കിൽ അതുപോലെ കാശ് മുടക്കാനൊക്കെ പറ്റുന്നവർക്കൊക്കെ അല്ലേ, അല്ലാത്തവരൊന്നും അങ്ങനെ ചുമ്മാ ഇങ്ങനത്തെ സാരി ഒന്നും മേടിച്ചു. ഇപ്പം ഇത്രയും വിലയ്ക്ക് ഇത് കിട്ടുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ മാർക്കറ്റിംഗ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് നല്ല നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും കാലഘട്ടത്തെ കുറ്റം പറയുന്നവരെല്ലാവരും. ഞാൻ കാലഘട്ടത്തെ പറ്റി നല്ലത് എനിക്ക് ആ നോക്കിയിട്ട് ഇതൊക്കെ ആയിരിക്കും. നല്ല രസമുണ്ട് അല്ലേ, ഇത്രയും നല്ല സാരിയൊക്കെ ഇത്രയും നല്ല വിലയ്ക്കൊക്കെ കിട്ടുന്നത്. ഇത് ബോട്ടിൽ ഗ്രീനും നല്ല ഡാർക്ക് പിങ്കും. ഭയങ്കര രസമാട്ടോ. ബ്ലൗസ് ഇത് വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു കയ്യിൽ ഈ ഒരു ബോർഡർ. ഇനി അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ് വരും ആ സാരിയുടെ തന്നെ. കണ്ടോ, ഒത്തിരി കളറൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലൈറ്റ് പീച്ച് വിത്ത് ബോട്ടിൽ ഗ്രീൻ. ഇതിൻ്റെ ആ കറക്റ്റ് ഇത് കിട്ടുന്നുണ്ടോ ക്യാമറയിൽ? ഇന്ന് എന്നാന്നറിയോ, ഓരോരുത്തരും കാണുന്ന ഫോണിൻ്റെ അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുവേ. എനിക്കൊരു പൊട്ട ഫോൺ ഉണ്ട്, ഞാൻ ആ ഫോണിൽ കാണുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കരച്ചിൽ വരും. അല്ലാതെ നല്ല ഫോണിൽ കാണുമ്പോൾ എനിക്കത് കറക്റ്റ് ഇപ്പോൾ അറിയാം. കറക്റ്റ് കളർ കിട്ടണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ക്വാളിറ്റി പോലിരിക്കും, സത്യം പറയുക. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കറക്റ്റ് കളർ കിട്ടും. നമ്മൾ പിന്നെ ഫോണിലെ സെറ്റിങ്സ് കാര്യങ്ങൾ ലൈറ്റ് നല്ലതാണോ? ഓ വേണ്ട, സാരി ഉടുക്കില്ലാത്ത ഞാൻ സാരി കണ്ടിട്ട് ഇത്ര ഭ്രമിക്കുന്നതും. എനിക്കൊരു സാരി വേണം എനിക്കൊരു സാരി എന്നാണെങ്കിലും ഇത് ഇടയ്ക്കൊക്കെ ഒരു സാരിയൊക്കെ ഉടുക്കാം അല്ലേ.
നല്ല ആ ആൻറ്റിക് ബോർഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. അതിൻ്റെ ആ രീതിക്ക് ചേരുന്ന ഗെറ്റപ്പ് വരുന്ന ഓർണമെൻറ്റ്സ് ഇടണം. ആൻറ്റിക് ഗോൾഡോ ഈ മെഹന്തി കളർ വരുന്ന ഗോൾഡ് അല്ലാതെ വേറെ മെറ്റലൊക്കെ ഇടുമെങ്കിൽ അതും നല്ലത്, നല്ല ഭംഗിയാണ്. ഇതിപ്പം മസ്റ്റാർഡ് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. ഞാനിട്ടേക്കുന്ന യെല്ലോ ആയിട്ട് നല്ല സമയമല്ലേ? കൊള്ളാലോ. പക്ഷേ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ കയ്യെ വരുമ്പോൾ ഈ കളറാണ് വരുന്നത്. ഇവിടെ വരുന്നത് ഡാർക്ക് പർപ്പിൾ, മെറൂൺ അല്ല, ഡാർക്ക് പർപ്പിൾ അല്ലേ? ഡാർക്ക് പർപ്പിളാണ്, മെറൂൺ അല്ല. ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ബോർഡറായിട്ട് വരുന്നത്. ബ്ലൗസും പ്ലെയിൻ ഡാർക്ക് പർപ്പിൾ വിത്ത് ദിസ് ബോർഡർ. അല്ലേ? അടിപൊളിയല്ലേ? കഴിഞ്ഞോ? അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഡ്യൂപ്പർ സാരികളുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കറിയാം, നമുക്കറിയാം ഓരോ സാധനം നമ്മൾ ഇത്രയും നാൾ ചെയ്തത് കൊണ്ട് നമുക്കറിയാം. ഓരോ സാധനം കാണുമ്പോഴേ അറിയാം ഇതിൻ്റെ പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, വേണമെങ്കിൽ അപ്പം തന്നെ ക്യാഷ് അടച്ചപ്പം തന്നെ ബുക്ക് ചെയ്യും കേട്ടോ. അല്ലാതെ ആലോചിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. ആലോചിക്കരുതെന്ന് പറയാൻ ഞാനാരാ? അടുത്ത ദിവസങ്ങളിലെല്ലാം അടിപൊളി ഫങ്ഷൻ വെയറുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, റെഡിമെയ്ഡ് ബ്ലൗസ്, സൂപ്പർ പ്രിൻറ്റഡ് ബ്ലൗസ് സൂപ്പറാണ് വരുന്നുണ്ട്. എല്ലാം കാണണം കേട്ടോ, വീഡിയോ കാണണേ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷോപ്പിലേക്ക് ഒത്തിരി ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാ സാധനങ്ങളും ഷോപ്പിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഷോപ്പിൽ കാണണമെന്നില്ല, കാണാതിരിക്കുക, അത് അവൈലബിലിറ്റി അനുസരിച്ച്. എന്നാലും ഷോപ്പിലേക്ക് ഓൾവേസ് വെൽക്കം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.